കൗൺസിലിംഗ് എന്ന് നമ്മൾ ഇന്ന് പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് സത്യത്തിൽ നമ്മളൊക്കെ കൗൺസിലേഴ്സാണ്. കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രത്യേകത, കൗൺസിലിംഗ് ഉപദേശമായി മാറുമ്പോഴാണ് അപകടമാകുന്നത്. ഇന്ന് കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പോലും പലപ്പോഴും ഉപദേശിക്കുന്നവരാണ്. ലോകത്ത് അടിസ്ഥാനപരമായിട്ട് ആർക്കും ഉപദേശം ഇഷ്ടമില്ല. അപ്പം മക്കൾക്ക് തീരെ ഇഷ്ടമില്ല, നമുക്കാർക്കും ഇഷ്ടമില്ല. നമ്മൾ ഉപദേശിക്കുന്ന ഒരാളോട് നമുക്ക് റേപ്പുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളോട് കേൾക്കുന്ന ഒരാൾ, നമ്മളെ എംപവർ ചെയ്യുന്ന ഒരാളോട് നമുക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എംപവർമെൻ്റാണ്. നമ്മളെ ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലൊരു കൗൺസിലർ ഉണ്ട്, ആൾക്കാരെ കേൾക്കാൻ താല്പര്യമുള്ള ഒരാളുണ്ട്. പക്ഷെ ഇന്നത്തെ വലിയൊരു വില്ലൻ സമയമാണ്. ഇന്ന് ഭക്ഷണത്തിനോ പൈസയ്ക്കോ വസ്ത്രത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു കാലമാണ്. എവിടെ ഇറങ്ങിയാലും അതൊക്കെ കിട്ടും. ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ട് നല്ല വാക്കുകൾക്കാണ്. ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുറവുള്ളത്. വിശ്വസിക്കാൻ പറ്റുന്ന കാതുകളില്ല. ഞാനൊരാളോട് പറഞ്ഞാൽ അയാളിത് നാളെ മറ്റാരോടെങ്കിലും പറയുമോ എന്നൊക്കെ ഭയമുള്ളതുകൊണ്ട് നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. സത്യത്തിൽ സമൂഹ മധ്യത്തിൽ ഒറ്റപ്പെടുന്ന മനുഷ്യന്മാരാണ് ലോകത്തുള്ളത്. ചുറ്റിലും ആൾക്കാരുണ്ട്, പക്ഷെ ആരുമില്ല. എനിക്ക് ഹൃദയം തുറന്ന് പറയാൻ, വിശ്വസിച്ച് പറയാൻ പറ്റുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളെ ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരാളെ കാണുമ്പം എനിക്ക് കിട്ടുന്നത് വലിയൊരു ലോകമാണ്, ഒരാശ്വാസമാണ്. അങ്ങനെയുള്ളവർ ഇന്ന് വളരെ കുറവാണ്.